പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. മാനത്തെ ലോകത്ത് നിന്നാരോ മഴവില്ലിൻ പാലം കടന്നല്ലോ. മാനത്തെ ലോകത്ത് നിന്നാരോ മഴവില്ലിൻ പാലം കടന്നല്ലോ. നീലപ്പീലിക്കണ്ണും നീട്ടിയേതോ മോഹം തൂവർണ്ണങ്ങൾ വാരിച്ചൂടി. നീലപ്പീലിക്കണ്ണും നീട്ടിയേതോ മോഹം പൂവർണ്ണങ്ങൾ വാരിച്ചൂടി. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. സ്നേഹത്തിൻ ഏകാന്ത തീരത്ത് സ്വർഗത്തിൻ വാതിൽ തുറന്നല്ലോ. സ്നേഹത്തിൻ ഏകാന്ത തീരത്ത് സ്വർഗത്തിൻ വാതിൽ തുറന്നല്ലോ. മേലെ മുല്ലപ്പന്തൽ നീർത്തിയേതോ നീളം പൂങ്കാറ്റിന്റെ താലികെട്ട്. മേലെ മുല്ലപ്പന്തൽ നീർത്തിയേതോ മേളം പൂങ്കാറ്റിന്റെ താലികെട്ട്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. എൻ്റെ പൊന്നു കൂട്ടുകാരെ,
കുറച്ച് മാസങ്ങളായി ഞങ്ങൾ ഒരു സഹോദരൻ്റെ ആഗ്രഹപ്രകാരം ഈ നൃത്തം ഒന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുവാണ്. ഓരോ പ്രാവശ്യവും പല പല തടസ്സങ്ങൾ കൊണ്ടും അത് നീണ്ടു പോയി. ഒടുവിൽ ഇപ്പോൾ എങ്ങനെയും ചെയ്ത് കിട്ടിയപ്പോഴത്തേക്കും ഫോണിന് പ്രശ്നമായി. ഏതാണ്ട് 10-20ഓളം ഷോട്ടുകൾ പോയി. ഉള്ള ഷോട്ടെല്ലാം വെച്ച് ഞാൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഡാൻസ് ക്ലിയർ ചെയ്ത് എടുത്തതാണ്. അതിൻ്റേതായ കുറച്ച് അപാകതകൾ ചിലപ്പോൾ ഇതിൽ കാണും കേട്ടോ. ഈ ഒരു ഗാനത്തിൻ്റെ നൃത്താവിഷ്കാരത്തിനായിട്ട് ആവശ്യപ്പെട്ട് ഇത്രയധികം മാസങ്ങൾ കാത്തിരുന്ന ആ ബ്രദറിന് വേണ്ടിയിട്ട് ഈ നൃത്തം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ നിത്യതി മക്കളെല്ലാം ചേർന്ന് വളരെ മനോഹരമായിട്ടാണ് ഇത് ചെയ്തത്. പക്ഷേ എന്തോ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് ഇതിൽ പല ഷോട്ടുകളും കിട്ടാതെയായി പോയി. ഇനിയും നീട്ടി അടുത്തൊരു സമയം പറയാൻ എനിക്ക് വയ്യാത്തത് കൊണ്ട് ഈ നൃത്തത്തിൽ ഒന്ന് ആശ്വസിക്കണമെന്ന് എൻ്റെ ആ ബ്രദറിനോട് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട്, പിന്നെ എങ്ങനെയുണ്ട് ഉള്ള ഷോട്ടുകൾ വെച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്തതെന്ന അഭിപ്രായം കൂടി എൻ്റെ കൂട്ടുകാർ അറിയിക്കണേ.